യൂണിറ്റ് 15 പോളിമേഴ്സ്. പോളിമേഴ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്, റബ്ബർ, ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. പോളിമർ എന്നത് രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. പോളി എന്നും മെർ എന്നുമാണ് ആ രണ്ട് ഗ്രീക്ക് വാക്കുകൾ. പോളി എന്ന് പറയുന്നത് ഒന്നിലധികം എന്നും മെർ എന്നാൽ യൂണിറ്റ് അഥവാ ഭാഗം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്നും പോളിമർ എന്ന് പറയപ്പെടുന്നത് പോളിമേഴ്സ് ആർ മാക്രോമോളിക്യൂൾസ് ഫോംഡ് ബൈ ജോയിനിങ് ഓഫ് റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓൺ ദ ലാർജ് സ്കെയിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തതായി നമുക്ക് എന്താണ് മോണോമർ എന്ന് നോക്കാം. ഇപ്പോൾ ഈ പോളിമറിൽ ഓരോ റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മോണോമേഴ്സ്. ദ റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ആർ കാൾഡ് മോണോമേഴ്സ്. ഇപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് formation of polymers from respective monomers is called polymerization. ഇപ്പോൾ പോളിമേഴ്സ് അതിൻ്റേതായിട്ടുള്ള മോണോമറുകളിൽ നിന്ന് നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് നമ്മൾ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്, സെക്കൻഡ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, third one is classification based on mode of polymerization, fourth one is classification based on molecular force. ഇത് ഓരോന്നും നമ്മൾ എന്താണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. ഇപ്പോൾ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോളിമറിനെ 3 തരത്തിലുള്ള പോളിമർ ഉണ്ട്. നാച്ചുറൽ പോളിമർ, സെമി സിന്തറ്റിക് പോളിമർ, സിന്തറ്റിക് പോളിമർ. അപ്പോൾ ഒന്ന് നാച്ചുറൽ പോളിമർ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമറുകളെ നമ്മൾ എന്ത് പറയാം? നാച്ചുറൽ പോളിമർ എന്ന് പറയാം. പോളിമേഴ്സ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ കോൾഡ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ സ്റ്റാർച്ച്, പ്രോട്ടീൻ, സെല്ലുലോസ്, സിൽക്ക് വൂൾ എക്സെട്ര. സെല്ലുലോസ് ഡെറിവേറ്റീവായ സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ് എന്നിവയെ നമുക്ക് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയാം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് സിന്തറ്റിക് പോളിമേഴ്സ് എന്താണെന്നാണ്. ഇപ്പോൾ സിന്തറ്റിക് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് പോളിമേഴ്സ് ആർ കോൾഡ് സിന്തറ്റിക് പോളിമേഴ്സ്. മനുഷ്യനിർമ്മിതമായ പോളിമേഴ്സിനെ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ നൈലോൺ, ബോണായസ്, പോളിസ്റ്റർ, പ്ലാസ്റ്റിക് എന്നിവയൊക്കെ സിന്തറ്റിക് പോളിമേഴ്സിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമേഴ്സിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ലീനിയർ പോളിമർ എന്നും ബ്രാഞ്ച് ചെയിൻ പോളിമേഴ്സ് എന്നും ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്നും തരംതിരിക്കാവുന്നതാണ്. ലീനിയർ പോളിമർ എന്ന് പറയുന്നത് മോണോമേഴ്സ് ആർ ജോയിൻഡ് ടുഗദർ ഇൻ എ ലീനിയർ അറേഞ്ച്മെൻറ്റ്. എക്സാമ്പിൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, PVC. ബ്രാഞ്ച് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് മോണോമേഴ്സ് ആർ ജോയിൻഡ് ടു ഫോം എ ലോങ് ചെയിൻ വിത്ത് സൈഡ് ചെയിൻ. അതിൽ സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ലോ ഡെൻസിറ്റി പോളിമേഴ്സ്, ഗ്ലൈക്കോജൻ. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത് ദീസ് പോളിമേഴ്സ് കണ്ടെയ്ൻ സ്ട്രോങ് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ വേരിയസ് ലീനിയർ പോളിമർ. എക്സാമ്പിൾ ബാക്ലൈറ്റ്, മെലാമിൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് മോണോമേഴ്സ്. Based on the type of monomers, the polymers are classified into 2 types. First one is homopolymers, second one is copolymers. Polymers formed by the polymerization of one type of monomers are called homopolymers. Example polythene, PVC. Polymers formed by the polymerization of 2 or more different monomers are called copolymers. Example is nylon 6,6. The next classification is classification based on molecular forces. Based on the molecular forces, the polymers are classified into 4 types. First one is elastomers, second one is fibers, third one is thermoplastic, fourth one is thermostatic plastic. Now we discuss one by one. First one is elastomers.
These are rubber-like solids with elastic properties. In these, the polymer chains are held together by the weakest intermolecular forces. Example, Bohn-iron, neoprene, etc. Second one is fibers. Fibers are thread-forming solid which possesses high tensile strength and high modulus. This characteristic can be attributed to the strong intermolecular forces like hydrogen bonding. Example, polyamides or nylon 66, terylene, etc. Third one is thermoplastic. These are the linear or slightly branched long chain molecules capable of repeated softening on heating and hardening on cooling. These polymers possess intermolecular force of attraction intermediate between elastomers and fibers. Example, polythene, polystyrene, polyvinyls. Fourth one is thermostatic plastic. These polymers are cross-linked or heavily branched molecules which on heating undergo extensive cross-linking in molds and again become infusible. These cannot be reused. Example, bakelite, urea formaldehyde resins. Next, classification based on mode of polymerization. Based on the mode of polymerization, the polymers are classified into two types. One is addition polymers, second one is condensation polymers. Addition polymers means polymers formed by the repeated addition of monomer units are called addition polymers. Example, polythene, PVC, polypropylene, etc. Condensation polymers means a polymer formed by the condensation of two or more monomers by eliminating simple molecules like water, ammonia, etc. are called condensation polymers. Example, nylon 66. Preparation of polymers. First, we discuss the preparation of some important addition polymers. Now we discuss the preparation of addition polymer polythene. Polythenes are two types. First one is low density polythene, second one is high density polythene. Low density polymers are obtained by the polymerization of ethene under high pressure of 1000 to 2000 atmosphere at the temperature of 350 to 570 Kelvin in the presence of an organic peroxide. It is used to make wash bottles, irrigation pipes, and for insulating electric wires and cables. Second type of polythene is high density polythene. It is formed when the polymerization of ethene takes place in the presence of a catalyst such as triethyl aluminum and titanium tetrachloride, that is called Ziegler-Natta catalyst, at the temperature of 333 Kelvin to 343 Kelvin and under a pressure of 6 to 7 atmospheres. It is used to make toys and other household articles. Next, we discuss about the addition polymer Teflon. It is prepared by the polymerization of tetrafluoroethylene in the presence of acetyl peroxide. It is used for making non-sticky frying pans, seals, electrical insulators. Another addition polymer is polyacrylonitrile. It is prepared by the polymerization of vinyl cyanide or acrylonitrile. It is used for making carpets, blankets, etc. Next addition polymer is polyvinyl chloride, that is PVC. It is prepared by the polymerization of vinyl chloride in the presence of benzoyl peroxide. It is used for making pipes, raincoat, vinyl flooring, etc. Another one addition polymer is polystyrene. It is prepared by heating styrene in the presence of benzoyl peroxide. It is used for making hot drink cups, toys, etc. Next, we discuss about some preparation of condensation polymers. Condensation polymers
is the repetitive condensation between two bimolecular monomers with the loss of some simple molecules such as water, alcohol, etc. Example: polyamides, polyester, phenol formaldehyde polymer, melamine formaldehyde polymer, etc. Now we discuss about nylon 6,6. It is obtained by the condensation reaction between adipic acid and hexamethylene diamine. In this condensation polymerization, we eliminate one water molecule. It is used for making brushes, carpets, ropes, fabrics, etc. Polymer is nylon 6. It is obtained by heating caprolactam with water at high temperature. It is used for the manufacture of tire cords, fabrics, and ropes. Next, we discuss about the natural polymer. It is obtained by the polymerization of isoprene. Isoprene is nothing but 2-methyl-1,3-butadiene. It is also called cis-1,4-polyisoprene. The various cis-polyisoprene chains are held together by weak van der Waals forces and has coiled structure. Thus, it can be stretched like a spring and exhibit elastic properties. Next, we discuss about vulcanization of rubber. To improve the physical properties of natural rubber, it is heated with sulfur and an appropriate additive at the temperature of 373 to 415 Kelvin. This process is called vulcanization. On vulcanization, sulfur forms a cross link between the different polyisoprene units and thus the rubber gets stiffened. Now we discuss about biodegradable polymers. These are polymers which can be decomposed by microorganisms. They contain functional groups similar to the functional groups present in biopolymers like starch, cellulose, etc. Some important biodegradable polymers are poly-beta-hydroxybutyrate co-beta-hydroxyvalerate, that is PHBV. It is obtained by the copolymerization of 3-hydroxybutanoic acid and 3-hydroxypentanoic acid. It is used in specialty packaging, orthopedic devices, and in controlled release of drugs. Another biodegradable polymer is nylon 2 nylon 6. It is obtained by the copolymerization of glycine and aminocaproic acid. These two polymers undergoes bacterial degradation in the environment. പോളിമേഴ്സ് യൂണിറ്റിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നെയിം ദ പോളിമേഴ്സ് യൂസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ടയർ കോഡ്. എന്താ അത്? നൈലോൺ 6 അല്ലേ? ദെൻ നെയിം ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രിൻ. വാട്ട് ഈസ് ഐസോപ്രിൻ? 2-methyl-1,3-butadiene. 2-methyl-1,3-butadiene. അപ്പോൾ 4 കാർബൺ, അതിൽ 1-ലും 3-ലും ഡബിൾ ബോണ്ട്, രണ്ടാമത്തെ പോർഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? ദെൻ ദ റിമൈനിങ് വാലൻസീസ് ഹിയർ 2, ഇവിടെ നോ മോർ വാലൻസി, ഇവിടെ 1 വാലൻസി, ഇവിടെ 2 വാലൻസിയിൽ ഹൈഡ്രജൻ. സോ ദിസ് ഈസ് ഐസോപ്രിൻ 2-methyl-1,3-butadiene. Then what is the monomeric repeating unit of nylon 6? Nylon 6ൻ്റെ മോണോമർ ഏതാണ്? ഓർ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാണ്? കാപ്രോലാക്ടം. ദാറ്റ്സ് എ സൈക്ലിക് മോണോമർ. കാപ്രോലാക്ടം. CONH. Then CS2 ടോട്ടൽ 6 കാർബൺ, അതിൽ 5 മെത്തിലീൻ ഗ്രൂപ്പാണ്. Okay, and this is caprolactam. Then name the polymer used for making non-stick surface coated utensils. That is called Teflon. Then what is Teflon? An addition homopolymer of tetrafluoroethene is called Teflon. എന്താ ടെട്രാഫ്ലൂറോഎത്തീൻ? എത്തീനിൽ ഈ 2 ഹൈഡ്രജനെ
ഫ്ലൂറിൻ വെച്ച് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ടെട്രാ ഫ്ലൂറോ എത്തീൻ. ഇത് N മോളിക്കൂൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഇതിനെ പോളിമറൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ അൺസാച്ചുറേഷൻ ബ്രേക്ക് ചെയ്യല്ലോ. അപ്പോൾ റിപ്പീറ്റഡ് ആഡ് ചെയ്യല്ലോ. CF2 യൂണിറ്റ് N ടൈംസ് അല്ലേ. ആൻഡ് ദിസ് polymer is called polytetrafluoroethene and this is called by the name Teflon. Then use for non-stick surface coated utensils, and it is also used in making water and oil seals. Then question number 6, how are polymers classified on the basis of polymerization reaction? Polymerization reaction ആധാരമാക്കി നമുക്ക് രണ്ടായി തരംതിരിക്കാം. അഡീഷൻ പോളിമേഴ്സ് ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. എന്താണ് അഡീഷൻ പോളിമേഴ്സ്? Polymers formed by the repeated addition of monomer molecule possessing double or triple bond. That is called addition polymers. For example, Teflon, polythene, polystyrene, butadiene are all typical example of addition polymers. Teflon is from tetrafluoroethene, polyethylene is from ethene, polystyrene is from styrene, butadiene from two different monomeric unit, buta-1,3-diene and acrylonitrile. Then condensation polymers. Polymers formed by the repeated condensation reaction between two different bifunctional or polyfunctional monomeric units are called condensation polymers. For example, terline or dacron. It's a condensation polymer of a dicarboxylic acid called terephthalic acid and a dihydric alcohol called ethylene glycol. The nylon 6,6. It's a polyamide of adipic acid with 6 carbon and hexamethylene diamine with 6 carbon. Then nylon 6, it's a condensation polymer of caprolactam. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് PVC? മെൻഷൻ എനി ടു യൂസസ് ഓഫ് ഇറ്റ്. എന്താ PVC? പോളിവിനൈൽ ക്ലോറൈഡ്. ഇതും എന്താണ്? അഡീഷൻ ഹോമോ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മോണോമറിക് യൂണിറ്റ് റിപ്പീറ്റായിട്ട് ആഡ് ചെയ്തുണ്ടാകുന്ന പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്, PVC. ഇതിൻ്റെ ഉപയോഗം നമുക്കറിയാം. Manufacture of water pipes, vinyl flooring, etc. Then question number 8. Natural rubber obtained from rubber latex is soft and sticky. Suggest a method to improve the stiffness of rubber. Explain the above method. നമുക്കറിയാം നാച്ചുറൽ റബ്ബർ വളരെ സോഫ്റ്റാണ്, സ്റ്റിക്കിയാണ്. അതുകൊണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് the cis-1,4 polyisoprene natural rubber polymeric units are cross-linked by heating the natural rubber with sulfur and an appropriate additives to improve its physical properties, and that process is called vulcanization. So suggest a method to improve the stiffness of rubber, that is vulcanization. Then how will you explain? Heating of natural rubber with sulfur and an appropriate additive to improve its physical properties is called vulcanization. What happens during vulcanization? ഈ vulcanization നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? During vulcanization, sulfur forms cross links at the reactive site of double bond and thus rubber gets stiffened. 2-methyl-1,3-butadiene അഥവാ ഐസോപ്രിൻ യൂണിറ്റ് പോളിമറൈസ് ചെയ്യുമ്പോൾ ഓരോ പോളിമറിക് യൂണിറ്റിലും ഒരു അൺസാച്ചുറേഷൻ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ കാർബൺ എക്സ്ട്രാ വാലൻസ് വരും. അത് സൾഫർ വഴി ക്രോസ് ലിങ്ക് ചെയ്യും. അങ്ങനെ ക്രോസ് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ what happened? The rubber gets stiffened. Okay, next question. What are biodegradable polymers? Write an example. That means polymers that can be broken into small segments by enzyme catalyzed reaction or by microorganism are called by the name biodegradable polymers. For example, poly beta hydroxy butyrate co-beta hydroxy valerate, that is called PHBV. Then match the following. Neoprene is a synthetic rubber, so rubbers are actually elastomers. Then polystyrene is a polymer of styrene, and that is a polyolefin, and all such polyolefins are thermoplastics because it becomes soft on heating and therefore it can be molded again. The nylon 6,6. These are typical example of polyamides, and these polyamides are
Very good example for fibers because of very strong intermolecular force of attraction like hydrogen bond. Then bakelite. Bakelite is a three-dimensional cross-linked polymer and they are thermosetting polymers. They do not become soft on heating and therefore it cannot be recycled. Then question number 11. Addition polymerization is used for the production of an important polymers. Give one example for addition polymer. What are the two types of addition polymers? Explain with an example. For example, polythene. What is that? Ethene, CS2 double bond CS2. N molecules this on polymerization. What happened? This unsaturation breaks and this CS2 group will link N times. And therefore, we have many ethene units on polymerization and that is called polythene or polyethene. There are two types, homopolymers and copolymer. Now, polythene is a homopolymer. Addition polymers formed by the polymerization of a single monomeric unit. What monomeric unit polymerize addition polymer is polythene. That is polythene is a homopolymer. Similarly, polystyrene. Benzene ring that is called styrene. Now, here is a benzene ring that is called polystyrene. Here benzene ring is chlorine vinyl chloride. Now, polyvinyl chloride. Here CN is acrylonitrile. Now, you will get polyacrylonitrile. Anganulladella homopolymers. Ini രണ്ടാമത്തെ type എന്ന് പറയുന്ന copolymers. That means addition polymers formed by the polymerization of two different monomeric units. രണ്ട് വ്യത്യസ്ത monomeric unit addition polymerization നടന്ന് കിട്ടുന്ന പോളിമറിനെ നമ്മൾ വിളിക്കുന്നവരാണ് കോപോളിമർ. എക്സാമ്പിൾ ബ്യൂണായസ്. അവിടെ രണ്ട് ഡിഫറെൻറ്റ് മോണോമറിക് യൂണിറ്റ് ഉണ്ട്, ബ്യൂട്ട 1,3 ഡൈനും സ്റ്റൈറിനും. അതുപോലെ ബ്യൂണ എൻ, അവിടെ ബ്യൂട്ട 1,3 ഡൈനും അക്രീലോ നൈട്രൽ. ഇത് രണ്ടും സിന്തറ്റിക് റബ്ബേഴ്സിന് എക്സാമ്പിളാണ്. ദേ ആർ കം അണ്ടർ ഇലാസ്റ്റോമസ്. വാട്ട് ഈസ് പോളിസ്റ്റൈറിൻ? മെൻഷൻ എനി ടു യൂസസ് ഓഫ് ഇറ്റ്. Then differentiate between thermoplastic polymers and thermosetting polymers. Okay. Polystyrene is an addition homopolymer of styrene. Styrene അറിയാം, ethene derivative ആണ്, ഒരു H പകരം benzene ring. That is called styrene. And the styrene on polymerization what happen? ഈ unsaturation break ചെയ്യും. That means pi bond breaking or extra valence varum. Then this unit will link n times. Then it is called polystyrene. Therefore, it's an addition homopolymer of styrene. What is it used? It is used as an electrical insulator, wrapping material, manufacture of toys, radio and TV cabinets, etc. Then, what is the difference between thermoplastic polymers and thermosetting polymers? Thermoplastic polymers അതിൻ്റെ പ്രത്യേകത എന്താ? സോഫ്റ്റൺ ആൻഡ് മെൽറ്റ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവും, മെൽറ്റ് ആവും. അതുകൊണ്ട് ക്യാൻ ബി റീമോൾഡഡ്. എന്നാൽ തെർമോസെറ്റിംഗ് പോളിമേഴ്സോ ഡു നോട്ട് ബിക്കം സോഫ്റ്റ്, അല്ലേ? ആൻഡ് ദെയർഫോർ കനോട്ട് ബി റീമോൾഡഡ്. വാട്ട് അബൌട്ട് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്? ലെസ് ബ്രിട്ടിൽ. തെർമോസെറ്റിങ്ങോ? മോർ ബ്രിട്ടിൽ. അടിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. Then thermoplastic polymers are either linear or branched structure. In a thermosetting polymers are three-dimensional cross-linked structure. For example, polythene, PVC, Teflon, nylon are typical example of thermoplastic polymers. Bakelite, melamine, formaldehyde polymer are typical example for thermosetting polymers. Then question number 13, what is PHBB? Mention any two uses of it. Then differentiate between elastomers and fibers. PHBB is a biodegradable copolymer of 3-hydroxybutanoic acid and 3-hydroxypentanoic acid. Then PHBB undergoes bacterial degradation in the environment. And that is the reason why it is called biodegradable polymers. Then what is it used? Used in specialty packaging, used in orthopedic devices, and in controlled release of drugs. Then, what is the difference between elastomers and fibers? Intermolecular force of attraction
അടിസ്ഥാനത്തിൽ പോളിമേഴ്സിനെ നമുക്ക് പലതായി തിരിഞ്ഞിരിക്കാം. ഏറ്റവും വീക്കസ്റ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതാണ് ഇലാസ്റ്റോമേഴ്സ്. ദാറ്റ് മീൻസ് പോളിമേഴ്സ് വിച്ച് ഹാവ് വീക്കസ്റ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോളിമറിക് ചെയിൻ ഈസ് കോൾഡ് ബൈ ദ നെയിം ഇലാസ്റ്റോമേഴ്സ്. For example, neoprene, Bunaeus, Bunaen. So synthetic rubbers are typical example for elastomers. Then what about fibers? Polymers which have strongest intermolecular force of attraction like hydrogen bond, dipole-dipole interaction. അപ്പോൾ വളരെ ഉയർന്ന ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോളിമർ ചെയിൻ ഉണ്ടെങ്കിൽ, പോളിമേഴ്സ് തമ്മിലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഫൈബേഴ്സ്. എക്സാമ്പിൾ പോളി അമൈഡ് ലൈക്ക് നൈലോൺ 6,6, പോളിയെസ്റ്റർ ലൈക്ക് ടോർലിൻ ആർ ടിപ്പിക്കൽ എക്സാമ്പിൾസ്. എന്നാൽ ഇലാസ്റ്റോമേഴ്സിനും ഫൈബേഴ്സിനും ഇടയ്ക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നതാണ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്.